പുതിയ ഭരണസമിതിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കി താരസംഘടനയായ അമ്മ പൊതുസമ്മതരായ താരങ്ങളെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. നേതൃരംഗത്തേക്ക് പൃഥ്വിരാജിൻ്റെയും ജഗദീഷിൻ്റെയും പേരുകൾ അംഗങ്ങൾ ഉയർത്തുന്നുണ്ട്. പിന്നാമ്പുറങ്ങളിൽ മല്ലിക ചേച്ചിയുടെ പേര്, അതായത് മല്ലിക സുകുമാറിൻ്റെ പേര് പോലും ഉയർന്നു വരുന്നുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഒരു തലമുറ മാറ്റം അമ്മയുടെ നേതൃത്വതലത്തിൽ വേണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ അമ്മയിൽ ഉയരുന്നു. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ആ ഒരു തലമുറ മാറ്റം എന്ന ആവശ്യം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. വർഷങ്ങളായി അമ്മയുടെ സംഘടനയ്ക്കുള്ളിൽ ഒരു തലമുറ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നതാണ്. എന്തായാലും ഈ കൂട്ടരാജിക്ക് പിന്നാലെ ആവശ്യം വീണ്ടും ശക്തമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ തന്നെ പൃഥ്വിരാജ് ഒപ്പം കുഞ്ചാക്കോ അടക്കമുള്ളവരെ മത്സര രംഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഒരു വിഭാഗം നടത്തിയെങ്കിലും അവർ അതിന് സമ്മതം നൽകാത്തത് കൊണ്ടാണ് ആ ഒരു യുവ താരനിര അല്ലെങ്കിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലരായ താരനിര ഈ അമ്മയുടെ നേതൃത്വത്തിലേക്ക് മത്സരിക്കാനോ നേതൃത്വത്തിലേക്ക് എത്താനോ തയ്യാറാവാതിരുന്നത്. എന്തായാലും ഈ പുതിയ സാഹചര്യത്തിൽ ഇത്രത്തോളം പ്രതിസന്ധിയിൽ ഈ സംഘടന മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഊർജ്ജസ്വലമായ യുവനിര ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരുമോ എന്നുള്ള ചർച്ചകൾ സജീവമാണ്. പൃഥ്വിരാജ് അടക്കമുള്ളവരെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാണ്. ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത എത്തണം എന്നുള്ള ആവശ്യവും ഇതിനോടകം ഊർജ്ജപ്പെട്ടിട്ടുണ്ട്. അതിൽ അവിടേക്ക് ശ്വേതാ മേനോന്റെ പേരടക്കം ഉയർന്നു കേൾക്കുന്നുമുണ്ട്. എന്തായാലും അവരുമൊക്കെയായി ചർച്ച നടത്താനുള്ള കാര്യങ്ങളുമുണ്ട്. ഈ കൂട്ടരാജിയിലൂടെ അമ്മ എന്ന സംഘടനയിലെ പ്രതിസന്ധി പൂർണ്ണമായി ഒഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സംഘടനയുടെ മുന്നോട്ട് പോക്ക് ഇനി എങ്ങനെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പല ആളുകൾക്കും അല്ലെങ്കിൽ അതിലെ മുതിർന്ന അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയടക്കം ഈ സംഘടന നൽകുന്നുണ്ട്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ മുടങ്ങുന്ന ഒരു ആശങ്കയുണ്ട്. എന്തായാലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിലവിൽ ഇത്രയും നാളും എങ്ങനെയാണോ ഈ സംഘടന പോയത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രാപ്തമായൊരു താരനിര അല്ലെങ്കിൽ ഒരു നേതൃനിര അമ്മയ്ക്ക് വേണമെന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ആവശ്യം. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ മല്ലിക സുകുമാരനടക്കമുള്ള മുതിർന്ന ആളുകൾ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരികയും അതിന് മാതൃകാപരമായ ഒരു നേതൃത്വം നൽകുകയും വേണം എന്നുള്ള ആവശ്യം ശക്തമായിട്ടുണ്ട്. നേരത്തെ സിദ്ദിഖിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഉണ്ണി ശിവപാൽ അടക്കമുള്ള ആളുകൾ പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് കച്ചവടക്കാരുടെ സംഘടനയല്ലെന്നും കലാകാരന്മാരുടെ സംഘടനയാണ് എന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അമ്മയിൽ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന കാലം മുതൽ ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയിലാണ് ഉണ്ണി ശിവപാൽ അതിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജഗദീഷ് എന്ന ഒരു ഫാക്റ്റാണ്. ജഗദീഷ് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തെ പരസ്യമായി എതിർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അമ്മയിലൊരു ശക്തമായ തിരുത്തൽ ശക്തിയായി ജഗദീഷ് ഉയർന്നു വന്നിരുന്നു. ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ നേതൃനിര വേണമെന്ന ആവശ്യവും ഉയർത്തുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു തടസ്സമായുള്ളത് നിലവിൽ ആരോപണ വിധേയമായി രാജിവെക്കപ്പെട്ട നേതൃനിരയിലെ ആരും പുതിയ ഭരണസമിതിയിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വിവരം കൂടി അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെ ജഗദീഷ് ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരും എന്നുള്ളതും ചോദ്യചിഹ്നമാണ്. എന്തായാലും അങ്ങനെ സജീവ ചർച്ചകൾ അമ്മയിൽ ഇപ്പോഴും തുടരുകയാണ്. വരും ദിവസങ്ങളിൽ 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനോട് മുന്നോടിയായാണ് ഈ ചർച്ചകൾ സജീവമാകുന്നത്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.